മുമ്പ് എന്തുകൊണ്ടാണോ കോൺഗ്രസ് ഈ സമീപനം സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് പോയത്, അതേ ഗതികേടിൽ തുടരുന്നത് തന്നെയാണ് ഈ സമകാലീന ഭാരതത്തിന്റെ രാഷ്ട്രീയ എടുത്ത് നമ്മൾ നോക്കിയാൽ കോൺഗ്രസിന്റെ അവസ്ഥയുടെ കാരണവും അത് തന്നെയാണ്. കാര്യം മതമാണ് 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 പ്രശ്നമെന്ന് പരസ്യമായി പറയുന്ന ഒരു നേതാവിനോട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ കേരളത്തിലിരുന്ന് ധൈര്യം കാണിക്കാത്ത കോൺഗ്രസ് നേതാക്കളാണ്. വന്ദേമാതരത്തിന്റെ വിഷയം അതൊരു വിവാദമാണ്. ഇത് വിവാദമാക്കിയതാരാണ്? വിവാദമായി എനിക്ക് യാതൊന്നും തോന്നുന്നില്ല. ഇതൊരു വിവാദമാകേണ്ട കാര്യം എന്താണ്? ഇതൊരു വിവാദമാണെന്ന് ആഗ്രഹിച്ച് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ ആ ഏറ്റവും അടുത്ത് തന്നെ വന്നിട്ടുള്ള സർക്കുലർ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈക്വൽ പ്രയോറിറ്റി ദേശീയ ഗീതത്തോടൊപ്പം തന്നെ ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ദേശീയ ഗീതത്തിന് കൊടുക്കുമ്പോൾ ആ സമയത്ത് ഇപ്പം തിയേറ്ററിലൊക്കെയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല. അതല്ലാത്ത സർക്കാർ പരിപാടികളിലും വിദ്യാലയങ്ങളിലുമൊക്കെ അത് ആലപിക്കുന്ന സമയം അതീവ ഗൗരവത്തോടു കൂടി നാം എഴുന്നേറ്റുന്നതിനെ ബഹുമാനിക്കണമെന്ന് മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചിട്ട് അതിനെ വിവാദമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നത് കൃത്യമായ അജണ്ടയുള്ളവരാണ്. ഉത്തരവ് ഇറക്കിയവർക്ക് അത്തരത്തിലൊരു അജണ്ട ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. 1896 കൽക്കട്ട കോൺഗ്രസില് ദേശീയ രാഗത്തിലെ ടാഗോർ ആദ്യമായി ഗീതം ആലപിച്ചതിൽ നിന്ന് ഇപ്പൊ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് 1905 ശേഷം ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിക്കുന്ന സമയത്ത് വന്ദേമാതരത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് 30 വർഷത്തിന് ശേഷമാണ് ഈ ഗീതത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്.